ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ പുറകിൽ തന്നെ ഒരു 3-4 പേരുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ വർക്കലക്ക് പോകുന്ന റൂട്ടിലാണ്, വെയിറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി ഞങ്ങളൊരു 11 പേരുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. രാവിലെ 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് ഇറങ്ങിയില്ല, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ ഇന്ന് വർക്കലയിൽ പോകാൻ ശരിക്കും ടൈം പറഞ്ഞു വെച്ചത് രാവിലെ ഒരു 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെയല്ലേ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇവിടെ അതെ, ഇൻകം ടാക്സ് ഓഫീസുകാരി ഞങ്ങക്ക് പണി ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു 12 മണിയായിട്ടുണ്ടാവും അല്ലെ, 12:30 ഇനിയിപ്പൊ അവിടെ എത്തിയിട്ട് കുറച്ച് ലേറ്റ് ആകും, നല്ലോണം ലേറ്റ് ആകും. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വേറെ കുറെ കാര്യത്തിന് വേണ്ടി നിൽക്കുവാണ്. എന്തായാലും എല്ലാക്കാരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞങ്ങളുടെ ആക്ച്വലി 11 പേരുണ്ട്. ആ 11 പേര് വരാൻ വേണ്ടിയിട്ടാണ്. സച്ചു എന്താ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. കൊറേ നാൾക്ക് ശേഷം ഇത്രയും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അയ്യോ ഞാൻ പോട്ടെ. എന്താണ് നിനക്ക് പറയാനുള്ളത്? സഞ്ജയ്ക്ക് ഭയങ്കര നാണക്കാരനാണ്. പാച്ചന് എന്താ പറയാനുള്ളത്? എന്താ ട്രിപ്പിനെ പറ്റി എന്തെങ്കിലും പറ. എന്താണ് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഉടക്കാണ് ഗൈസ്. അപ്പൊ താഴൂല, താഴ്ന്നാ പൊങ്ങിയില്ല. എല്ലാവരും വന്നു. ഞങ്ങള് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 1 മണിക്ക് ഇവിടെ ഇറങ്ങുവാണ്. അതെ അതെ, പൊട്ടിച്ചൊഴിക്കാൻ ആ വണ്ടി കയറാൻ. വണ്ടി ഞാൻ ഓടിച്ചോളാം. അപ്പൊ നാളെ രാവിലെ ഇവിടെ എന്താ ഒരു KSRTC വെട്ടിക്കുന്ന രംഗമാണ് കാണുന്നത്. നിങ്ങൾ പറയണത് പറക്കോ? രാവിലെ ഒന്നും കഴിച്ചില്ല. 7 മണിക്ക് 8 മണിക്ക് എണീറ്റ് പോയതാ. 1 മണിയാണ്, ഒന്നും കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റ്. കോട്ടയം നൈറ്റ്സ് എന്നാണ് പേര് വരുന്നത്. നല്ല ആംബിയൻസ് ആണ്, കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. കോട്ടയം റൂട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ട് എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുഡ് എല്ലാം തീർന്നിരിക്കുമായിരുന്നു. ഊണൊന്നും ഒരു കടയിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ബിരിയാണി, ഊണും എല്ലാം അവൈലബിൾ ആയിരുന്നു ഈ ഒരു ടൈമിൽ. 3:30 ആയിട്ടുണ്ടാവും ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം. അവിടെ നിന്ന് ഇറങ്ങിയത് വൈകിയത് കൊണ്ട് തന്നെ കഴിക്കാനും നല്ലോണം ലേറ്റായി. എല്ലാവരും ഫുഡിന് വേണ്ടി നല്ല വെയിറ്റിംഗ് ആണ്. 3 ബിരിയാണി, 1 ഊണ്, പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയും ബീഫ് കറിയാണ് ഞങ്ങൾ പറഞ്ഞത്. എല്ലാവരും വിശന്ന് തളർന്നിരിക്കുവാണ്, കണ്ടോ. ഫുഡ് വേഗം തന്നെ വന്നിട്ടോ, അധികം നേരം വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് വന്നത് ഊണിനുള്ള ഇലയാണ്. ഇലക്കകത്ത് കറികളൊക്കെ വിളമ്പി വെച്ചിട്ട് ഓരോ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊറോട്ട പെട്ടെന്ന് വന്നു. ലാസ്റ്റാണ് ഞങ്ങൾക്കുള്ള ബിരിയാണി എത്തിയത്. ഇനിയൊരു സത്യം പറയട്ടെ, ബിരിയാണി ഒന്നിനും കൊള്ളില്ലായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഊണൊക്കെ അടിപൊളിയായിരുന്നു. ഈ വണ്ടിയിൽ നിന്ന് ഒരു സാധനത്തിന് അങ്ങോട്ട് വിട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു 2 സാധനത്തിന് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ.
ഫ്രണ്ടില് ഒന്നുമില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെയും ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതാരുടെ പാട്ടാ? അപ്പൊ ലെമച്ചാറിനെ ഭയങ്കര ഇഷ്ടമാണോ? ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ പോയപ്പള്ളി എത്തി. കുറച്ച് മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിർത്തും. ഡയറി കിട്ടാണ് ചിക്കൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയില്ല. നോക്കാം നമ്മളെന്താ മരണ വീട്ടിൽ പോകണം. ഇപ്പം ഏകദേശം നമ്മൾ വർക്കല എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാര്യം വാളും പരിചയമൊക്കെ ആയിട്ട് ഞാനിവിടെ ഇരിപ്പായിരുന്നു. ഈ വഴിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകുന്നത്. ശരിക്കും നമ്മളൊരു ഉച്ചയോട് കൂടി എത്തേണ്ടതാണ്. നിക്കിൾസ് ഗാർഡൻ, ഇതാണ് അവരുടെ ഹോം സ്റ്റേയുടെ പേര് വരുന്നത്. ഇതാണ് നമ്മുടെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് ബാക്കി എന്താ നടക്കണേന്ന് കാണാം കേട്ടോ. നൈറ്റ് നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെ, ചിക്കൻ മസാല ഇട്ടോണ്ടിരിക്കുകയാണ്. എവിടെ മസാല? നമ്മളിപ്പോ വർക്കല വന്നിട്ട് ഏകദേശം എത്ര മണിക്കൂറായി? അരമണിക്കൂറായി. ബേസ് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില്ല് ചെയ്യുന്നതായി സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. കാഞ്ച, ഇത് തന്തൂരി മസാല. ഇതൊക്കെ വാങ്ങാൻ പോയതിന്റെ സ്റ്റോറി ഭയങ്കര വലിയ അതെ, അത് ഇതിലും തീരില്ല. മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ കോമഡിയൻ ആവുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അതാണ് മനസ്സിലായ. നമ്മ മനഃപൂർവ്വം വെള്ളിയിടണം. എന്തിന്? നമ്മൾ ഇത് എന്തിനാണ് ഇതെന്തിനു വേണ്ടിയുള്ള ഫ്രൈ ആണ്? അഭിഷേകാണ് ചിക്കൻ വരഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിക്കന്റെ ബേസ് പ്രിപ്പറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് മസാല എല്ലാം മിക്സ് ചെയ്തു. അഭിഷേകും കൂടിയാണ് മെയിൻ. ഇവിടെ ഗോപു വേറെ ശല്യം ചെയ്യാൻ വേണ്ടി ഇരിപ്പുണ്ട്. ഉപ്പിടാൻ മറന്നുപോയില്ലേ? നോക്ക്, ഉപ്പിടാൻ മറന്നുപോയി. അടുത്തായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് പറയൂ ഗൈസ്. ഫുള്ള് ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഗ്രിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഇത് നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാല്ലേ? കട്ടെടുത്തേക്കുന്നു ഗൈസ്. ഇവിടെ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. മറ് എന്താണ് ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഗൈസ് ഫുള്ളി നേക്കഡ് ആയിട്ടുള്ള ഗോപു. ഗൈസ് നിങ്ങൾ ചിക്കൻ കണ്ടാ മതി. ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് ഞങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുവാണ്. കിടത്തി ഉറക്കാനുള്ള തൊട്ടിൽ വരെയുണ്ട്.
ആരോ വരട്ടി വെച്ചെടുത്തിട്ട് അങ്ങനെ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മളിവിടെ തീയൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ പരിശ്രമത്തിലൊടുവിലാണ് ഈ തീയൊക്കെ കത്തിയത്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീയെല്ലാം നല്ലോണം കത്തി അതിൻ്റെ കനലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്ന് വെച്ച് അതിലോട്ട് ഇടാം. അപ്പോൾ നമ്മളൊരു 3 എണ്ണം വെച്ചിട്ടാണ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രില്ല് മാത്രമല്ല, കുറച്ച് ഞങ്ങൾ ഫ്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈയിൻ്റെ റെസിപ്പി ഫുൾ എൻ്റെയാണ്. അങ്ങനെ ഇവിടെ അൽഫാമും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കുക്ക് ചെയ്യണതിനൊപ്പം തന്നെ ഇവിടെ ടേസ്റ്റ് നോക്കണുണ്ടായിരുന്നു. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ എല്ലാവരും കൂടെ കഴിച്ചപ്പോൾ ഏകദേശം 1 മണിയായിട്ടുണ്ടാവും. അൽഫാം കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല ജ്യൂസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്, ഡ്രൈ ആയിട്ടല്ല. അപ്പോൾ ബീച്ചിലെ വിശേഷങ്ങളെല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.